R15 MT അതുപോലെ തന്നെ XSR യൂസ് ചെയ്യുന്നവർക്ക് വരുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് നമ്മുടെ ഗിയർ പെഡലിൽ വരുന്ന ഒരു ഓവർ ആയിട്ടുള്ള ഒരു പ്ലേ. അത് റൈഡിങ്ങിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റോക്ക് ഗിയർ പെഡലിൽ തന്നെ ഒരു ബെയറിംഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കത് സോൾവ് ചെയ്യുന്ന രീതി. അപ്പോൾ അന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉള്ള ഫീഡ്ബാക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അന്നത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബൈക്കിൽ കണ്ടതാണ് ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബൈക്ക് കംപ്ലീറ്റ് ഒരു മേജർ സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ സർവീസ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഫോക്സിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഫ്രണ്ട് ഫോക്സ് കംപ്ലീറ്റ് അഴിച്ച് ഡിസ്പാൻഡ് ചെയ്ത് പിൻ ടു പിൻ അത് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് നമ്മൾ വേറൊരു ബൈക്കിൽ ചെയ്തതാണ്. ഈ ഒരു രീതിയിലാണ് എൻ്റെ ചെയ്തത്. പക്ഷെ ഞാനന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തൊരു കാര്യത്തിൽ നമ്മൾ ഫോക്സ് അഴിച്ചാലും നമ്മൾ അതിന്റെ ഓയിൽ സീലും കൂടെ മാറ്റി വിടാൻ ശ്രദ്ധിക്കുക. അത് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ പോലും നമ്മളത് മാറ്റി വിടുന്നതായിരിക്കും നല്ലത്. നമ്മൾ പിന്നെ ഓയിൽ മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R15 ഫോക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഈ കാണുന്ന ഓയിൽ നമ്മുടെ വേർഷൻ 3 വരുന്ന ടൈപ്പ് ഓയിലാണ്. ഈ ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്ന ബൈക്സിന് യൂസ് ചെയ്യേണ്ട ഓയിലാണ് ഈ കാണുന്നത്. ഈ ഓയിൽ ഒരിക്കലും നമ്മുടെ R5 വേർഷൻ 4 അതായത് നമ്മുടെ USB ഫോക്സ് വരുന്ന ബൈക്സിന് ഈ ഓയിൽ വാങ്ങിച്ച് നിങ്ങൾ ഒഴിക്കാതിരിക്കുക. അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ഓയിലാണ് യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുക. ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന കാര്യം ബൈക്ക് അത്രത്തോളം ഫീൽ ചെയ്ത് എൻജോയ് ചെയ്ത് ഓടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ നമുക്കിത് എങ്ങനെ ഓടിയാൽ മതി എന്നുള്ളവർക്ക് യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് ഓയിൽ. പക്ഷെ അല്ല, നമുക്ക് ഈ ഒരു യൂസ്ഡ് ഫോക്സിന്റെ പക്ക ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ കാണിക്കുന്ന ഈ ഒരു ഓയിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. യമഹയുടെ തന്നെ ഓയിലാണ്. ആൻഡ് പാർട്ട് നമ്പർ സൈഡ് ഞാനിവിടെ കാണിച്ചു തരാം. ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് വേരിയേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ കാണുന്ന യമഹയുടെ സസ്പെൻഷൻ ഓയിലാണ് അതായത് USB ഫോക്സ് ആണ് R5 MT യൂസ് ചെയ്യേണ്ടത്. ഇതിന്റെ പാർട്ട് നമ്പർ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ കാണുന്നതിന്റെ പാർട്ട് നമ്പർ. ഇത് കുറച്ച് വില കൂടുതലാണ്. പക്ഷെ ഇത് ഉപയോഗിച്ചുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിൽ നല്ല വേരിയേഷൻ വരും. പ്രോപ്പർ പെർഫോമൻസ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ 2 ഫോക്സിനും 2 അളവാണ് ഓയിലിന്. അപ്പോൾ അത് കറക്റ്റ് അറിയാവുന്നവരെ തന്നെ കൊടുത്ത് കറക്റ്റ് ചേഞ്ച് ചെയ്യുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു USB ഫോക്സ് നല്ല സ്റ്റിഫായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പക്ക സ്റ്റിഫ് ആവും സസ്പെൻഷൻ. അതുകൊണ്ട് തന്നെ ഹാൻഡിലും കോർണറിങ്ങും എല്ലാം നല്ല ഫീഡ്ബാക്ക് ആയിരിക്കും. പിന്നെ ഇതിൽ സ്ലഡ് ഫോർമേഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. കറക്റ്റ് ഒരു 15,000 to 20,000 ഈ ഓയിൽ നമ്മൾ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലഡ് ഫോർമേഷൻ നല്ല കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇത് ബ്ലാക്ക് ഔട്ട് ആകാനുള്ള ചാൻസും ടെൻഡൻസി വളരെ കുറവായിട്ടുള്ള ഒരു ഓയിലാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബൈക്കിന് USB ഫോക്സ് ആണ് വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു ഓയിൽ തന്നെ കുറച്ച് റേറ്റ് ആയാലും വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോക്സ് ഒക്കെ ഒരു പാറക്കല്ല് ഫീൽ ആയിരുന്നു. പക്ക ഫീലാണ്. നമുക്ക് കോർണർ ചെയ്യാനാണ് ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് ഇന്ന് കിട്ടുക. ആൻഡ് ഓൾസോ ഫ്രണ്ട് ടയറും നല്ലതായിരിക്കും. ഞാനിപ്പോൾ ആദ്യം കാണിച്ച ഈ ഒരു നോർമൽ ഓയിലാണ് നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫീഡ്ബാക്ക് കുറവായിരിക്കും. ഫ്രണ്ട് ഫോക്സ് എന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് കുറവായിരിക്കും. പിന്നെ ഇതിനകത്തുള്ള ഒരു സ്ലഡ് ഫോർമേഷൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു 15,000-20,000 കിലോമീറ്ററിലാവില്ല നമ്മളിത് ഒന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആ ഓയിൽ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഓയിൽ ഡെഫിനറ്റ്ലി വില കൂടുതലാണ്. അപ്പോൾ അത്രത്തോളം എൻജോയ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഒരു പെർഫോമൻസ് അറിയണമെന്നുള്ളവർ ഈ ഒരു ഓയിൽ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്തായാലും ഫ്രണ്ടൊക്കെ ഇളക്കി ഇത്ര ആയ സ്ഥിതിക്ക് ഫ്രണ്ടിലൊക്കെ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റും കൂടെ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വീൽ ബെയറിംഗ്സ് ഗ്രീസ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അത് ആള് വിട്ടുപോയി. വീൽ ബെയറിംഗ്സ് എന്തായാലും നമ്മളിപ്പോൾ അടുത്ത സർവീസിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് പുതിയത് റീപ്ലേസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് ഗ്രീസ് ചെയ്യാതെ വിട്ടത് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് കാലിപ്പേഴ്സ് രണ്ടും നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്തു. ഇളക്കി ക്ലീൻ ചെയ്ത സമയത്ത് കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് കാലിപ്പറിൽ ഒരു പിസ്റ്റൺ കുറച്ച് സ്റ്റക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ABS മോട്ടറിന്റെ വാൽവ്സിന് ചെറിയ റസ്റ്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു. കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. ബ്രേക്ക് ലൈൻസ് എല്ലാം സെറ്റാക്കി. പുതിയ ബ്രേക്ക് ഫ്ലൂയിഡും സെറ്റാക്കിയിട്ടുണ്ട്. എമലൂബിന്റെ തന്നെയാണ്. ആൻഡ് ഇപ്പോൾ ബ്രേക്കിംഗ് പക്ക ഫീലാണ്. വേറെ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ 4 കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ 2 ബോക്സിനും സെയിം ക്വാണ്ടിറ്റി അല്ല ഓയിൽ. ക്വാണ്ടിറ്റി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇതിനെ ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ഡിസ്മാൻഡ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്ത് ഓയിൽ ഫില്ല് ചെയ്തത്. അപ്പം ഈ നമ്മുടെ എഞ്ചിൻ ഓയിൽ മാറുമ്പോൾ തന്നെ നമ്മളിപ്പോൾ എഞ്ചിന് നമ്മൾ ജസ്റ്റ് ഡ്രെയിൻ നട്ട് മാറിയിട്ട് നമ്മൾ വീണ്ടും ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾറെഡി കുറച്ച് ഓയിൽ ഡ്രെയിൻ ചെയ്താലും ബാക്കിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോക്സിനകത്തും കുറച്ച് ഓയിൽ ബാക്കിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു പാറക്കല്ല് ഫീൽ എന്ന് ഞാൻ പറഞ്ഞു.
പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അത്രത്തോളം ഫീഡ്ബാക്ക് ഇല്ല. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തുള്ള കംപ്ലീറ്റ് ഓയിൽ മാറ്റിയിട്ടാണ് പുതിയത് ഒഴിച്ചത്. അപ്പോൾ കുറച്ചും കൂടി അതിനകത്ത് റീഫിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്കിനി അടുത്ത സർവീസ് സമയത്ത് ഇതിനെ കുറച്ചും ഒന്ന് ടോപ്പപ്പ് ചെയ്യാം, അപ്പോൾ സെറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും മാറി. ക്ലച്ചിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ക്ലച്ച് വെയ്സും കൂടെ നമ്മൾ മാറിയിട്ടുണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ ഇത് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാതെയൊക്കെ കുറച്ച് നാൾ ഓടിച്ചു. അതിന്റെ റീസൺ ആയിട്ട് കുറച്ച് അതിനകത്ത് വേറെ ആൻഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ജസ്റ്റ് അങ്ങ് മാറിക്കളഞ്ഞു. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റാണ്. പിന്നെ എയർ ഫിൽറ്റർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എന്റെ മുമ്പത്തെ എയർ ഫിൽറ്ററിന്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. എയർ ഫിൽറ്റർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ടിൽ ബോഡി കംപ്ലീറ്റ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് എഞ്ചിന്റെ വാൽവ് അഡ്ജസ്റ്റ്മെന്റും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാൽവ് അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പലരും എന്റെ ഫ്രണ്ടിന്റെ ആ ഒരു വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഇതുപോലെ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യാതെയൊക്കെ ഓടിച്ച് എഞ്ചിൻ നോയ്സ് ഒക്കെ ആയിട്ടായിരിക്കും വരിക. എന്നിട്ട് പറയുന്നത് ഇതുപോലെ എഞ്ചിൻ അടിക്കാൻ പാടില്ല, ക്യാപ്പ് റിമൂവ് ചെയ്യാൻ പാടില്ല, സൗണ്ട് മാറ്റി തരിക എന്നുള്ളത്. അപ്പോൾ പലർക്കും ഉള്ളൊരു മിത്താണ് നമ്മുടെ എഞ്ചിൻ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ എഞ്ചിൻ സൈഡ് ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ റീസെയിൽ വാല്യൂ പോകും, അല്ലെങ്കിൽ വണ്ടിയുടെ ഓടിക്കാനുള്ള സ്മൂത്ത് അതോടെ തീർന്നു, പിന്നെ നമുക്ക് ഓടിക്കാൻ പറ്റൂല എന്നുള്ളത്. പക്ഷെ അതൊരു മിത്ത് മാത്രമാണ്. എനിക്ക് പറയാനുള്ളത്, പ്രോപ്പർ ടൂൾസ് വെച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എഞ്ചിൻ അഴിച്ച് വർക്ക് ചെയ്തെന്നാണ് ഒരു സീനും ഇല്ല. നമ്മുടെ എഞ്ചിന്റെ വാൽവ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ നോയ്സും കാര്യങ്ങളും ബാക്കി എല്ലാ പ്രശ്നങ്ങളും അവിടെ നിന്ന് പയ്യെ തുടങ്ങും. അപ്പോൾ അതൊക്കെ കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്ത് വിടേണ്ട കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ഒരു വാൽവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിന്റെ ടോപ്പിലത്തെ ക്യാപ്പ് റിമൂവ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ അല്ല. പ്രോപ്പറായിട്ട് അറിയാവുന്ന ആളുടെ കൊടുത്ത് ചെയ്യിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ബാറ്ററി ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം 3 വർഷത്തിന് മേളിലായി. ഈ ഒരു ടൈമിൽ തന്നെ അത് പ്രശ്നം കാണിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ അത് റീപ്ലേസ് ചെയ്തു. ഞാൻ ആമറോണിന്റെ ബാറ്ററിയാണ് ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബ്രദർ വിഷ്ണുവിന്റെ ഷോപ്പാണ്. ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ സ്വിംഗ് ആം പിവറ്റ് എല്ലാം നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ ലിങ്കേജസ് കാര്യങ്ങളെല്ലാം ഗ്രീസ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ വാട്ടർ പ്രൂഫ് ലീസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് കുറച്ച് നാളും കൂടെ നിൽക്കും. ആൻഡ് ഫൈനലി നമ്മുടെ എഞ്ചിൻ ബേ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എക്സോസ്റ്റ് പൈപ്പിൽ നല്ല റസ്റ്റ് ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഇപ്പോൾ ഹാർപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഈ ബ്രഷിന് പിടിക്കുകയാണ്. ഇപ്പം ഈ ഒരു ഏരിയയിലെയും ഈ ഒരു ഏരിയയിൽ ബ്രഷ് പിടിച്ച ഏരിയയിലെയും ഡിഫറൻസ് കാണാം. അപ്പോൾ ഇതുപോലെ ഇത് ഫുള്ള് നന്നായിട്ട് അത്യാവശ്യം ബലം കൊടുത്തൊന്ന് ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റസ്റ്റ് കംപ്ലീറ്റ് ഇളകി വരും. കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഹാർപ്പിക്ക് വെച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം ഉള്ള ഒരു ഫിനിഷ് ഇങ്ങനെയായിരിക്കും. മാക്സിമം നമ്മൾ ഇതിൻ്റെ റസ്റ്റ് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്യാൻ പോവുകയാണ്. പെയിൻറ് ചെയ്താൽ കാണിച്ചു തരാം. ഈ ഒരു പെയിന്റ് യൂസ് ചെയ്യാൻ ചെയ്യുന്ന ഈ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 25,000 രൂപ വിലയുള്ള മുതലാണ്. 1 in 15,000 കിലോമീറ്ററാണ് ഞാൻ ചെയ്തു പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാലും ഇടയ്ക്കൊരു ഇൻ്റർവെൽ ഫിക്സ് ചെയ്യുക. ഇതുപോലെ ഇതിനെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ റസ്റ്റൊക്കെ കളഞ്ഞ് ഇതിനെ പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പെയിൻറ്റ് കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷമുള്ള ഒരു ലുക്ക് ഇതാണ്. കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. എന്റെ പെയിന്റ് ഞാൻ എടുത്ത് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ SPH എന്നാണ്. ഞാനിവിടെ ഫോട്ടോ കാണിച്ചേക്കാം. ഈ ഒരു പെയിന്റ് യൂസ് ചെയ്താൽ മതി. അത് പ്രോപ്പറായിട്ട് ഇരുന്നോളും. ഒരു 15,000 കിലോമീറ്റർ ഇന്റർവെല്ലിൽ നമ്മൾ അത് ചെയ്താൽ മതി. പിന്നെ ക്ലച്ച് കവറിൽ വരുന്ന ആ ഒരു സീലിന്റെ കാര്യം ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് ഇന്റേണലിയും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെറ്റാണ്. സോ ഇത്രയാണ് മേജർ സർവീസ് ബൈക്കിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എനിക്കറിയുന്ന എല്ലാ കാര്യവും ഞാൻ പറഞ്ഞുതരാം. പിന്നെ എനിക്ക് കൂളന്റിൽ കിട്ടിയ പണി എന്താണെന്നും അതുപോലെ തന്നെ നമ്മുടെ ഗിയർ പെഡൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പറയാം.